നീ ചെറുപ്പമല്ലേ, നിനക്ക് ഇനിയും നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടില്ലേ, നിനക്ക് മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ച സമയത്തുള്ള അവളുടെ മറുപടി എന്ന് പറയുന്നത്, എന്റെ അനീഫ്കയുടെ ഓർമ്മകൾ എന്തെന്നെ മനസ്സിൽ നിന്നും മായുന്നു, അന്ന് ഞാൻ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചോളാം എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, കൊച്ചിൻ അനീഫയുടെ ഭാര്യയായിട്ടുള്ള ഫസീലത്തെ കുറിച്ചാണ്. ഇന്നും ആ സ്ത്രീ ആ മനുഷ്യന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവ് മരിച്ചു 16 വർഷങ്ങൾക്കിപ്പുറവും ആ സ്ത്രീ മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടി ഇല്ല എന്നുള്ളതാണ്. എന്താണല്ലേ, ജീവിച്ചിരിക്കുന്ന കാര്യത്ത് സ്വന്തം ഭർത്താവിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മരണശേഷവും ആ കമ്മിറ്റ്മെന്റ് കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. അതിലൊരാളാണ് ഫസീലത്ത. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഫസീലത്തയുടെ ആംഗള, അതായത് കൊച്ചിൻ അനീഫയുടെ അളിയന്റെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. കഴിഞ്ഞ ദിവസം ഒരു 3-4 ചാനലുകളിൽ പുള്ളിക്കാരൻ ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഈ ഇന്റർവ്യൂകളിലെല്ലാം പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ട ഈ വീഡിയോ. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ദിവസം മുമ്പെയാണ് കൊച്ചിൻ അനീഫയുടെ പുതിയ വീടിന് പാല് കാച്ചൽ എന്ന് പറയുന്നത്. പലരും അതിന്റെ വീഡിയോകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും. കാരണം അത്രയും വൈറലായിരുന്നു അതിന്റെ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ. ദിലീപ് അടക്കമുള്ള ആളുകൾ ഹനീഫ്കയുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കൊച്ചിൻ ഹനീഫ്ക മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു അല്ലേ. 16 വർഷങ്ങൾക്കിപ്പുറമാണ് അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് പലരുടെയും മനസ്സിൽ പല ചിന്തകളും കടന്നു പോകാം. മെയിനായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് പലരും ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ആ മനുഷ്യൻ മരിച്ചിട്ട് 16 വർഷമായി അല്ലേ. പറഞ്ഞു വരുമ്പോൾ മലയാള സിനിമയിൽ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്, മറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പണം ആ മനുഷ്യൻ സമ്പാദിക്കേണ്ടതല്ലേ. 1-2 വീട് എടുക്കാനുള്ള പണമെങ്കിലും ആ മനുഷ്യൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകും. അതിനപ്പുറം സമ്പാദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെയുള്ള കൊച്ചിൻ അനീഫ്കയുടെ കുടുംബത്തിന് 16 വർഷം കഴിഞ്ഞിട്ടാണോ സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നത്? മരിക്കുന്ന കാലത്ത് അനീഫ്ക ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ കടന്നു പോകാം. അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിലും ഭേദം ഹനീഫ്കയുടെ അളിയൻ പറയുന്നത് തന്നെയാണ്. നിങ്ങളൊന്ന് കേട്ടോക്കി. അനീഫ്ഖാന്റെ കല്യാണം ലേറ്റ് ആണ്, മക്കളുണ്ടാവാൻ ലേറ്റ് ആണ്, വീടിന് ലേറ്റ് ആണ്. കാരണം നമുക്ക് വീടൊക്കെ വെക്കായിരുന്നു. പക്ഷെ പെങ്ങളൊരു ആഗ്രഹമായിരുന്നു അനീഫ് ഖാന്റെ സമ്പാദ്യം കൊണ്ട് തന്നെ. ഞാൻ സ്വന്തം അളിയനാണ്, ഒറ്റൊരാളേ ഉള്ളൂ. അപ്പൊ എന്റേത് പോലും ഒരു പൈസ പോലും അത് അവരൊരു ആഗ്രഹമായിരുന്നു. കാരണം ഹസ്ബൻഡ് എന്തായാലും അവരെ പൈസ ഇഷ്യൂസ് ആയതുകൊണ്ട് വരുമെന്ന് ഉറപ്പാണ്. ഒരു 18 വയസ്സിന്റെ ആ ഒരു സമയത്തിന്റെ ആണ്. അത് മതി, 16 വർഷം വാടക വീട്ടിൽ നിന്നാലും കുഴപ്പമില്ല. അനീഫ് ഖാന്റെ അതിൽ തന്നെ വരുന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓക്കെ, ആ പറഞ്ഞ മനസ്സിലായോ? അതായത് മരിക്കുന്ന സമയത്ത് അനീഫ്ക ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഒരു വീട് വെക്കാൻ മാത്രമുള്ള പണമൊക്കെ അന്നേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, മരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തമായിട്ട് വീടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പകരം അത്യാവശ്യം സ്വത്തൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്വത്തുക്കളെല്ലാം പുള്ളിക്കാരൻ എഴുതി വെച്ചത് സ്വന്തം മക്കളുടെ പേരിലായി പോയി. ഈ മക്കൾ എന്ന് പറയുന്നത് അനീഫ്ക മരിക്കുമ്പോൾ ആകെയുള്ള പ്രായം 4 വയസ്സാണ്, പെൺമക്കളാണ്. അങ്ങനെ വരുമ്പോൾ നിയമപ്രകാരം പ്രായപൂർത്തിയാവാതെ അവർക്ക് അവരുടെ സ്വത്തുക്കൾ കൈ കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഹനീഫ്കയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ അവരുടെ കൈ കിട്ടാൻ. അങ്ങനെ കിട്ടിയതിന് പിന്നാലെയാണ് അവർ സ്വന്തം വീട് വെക്കുന്നത്. അല്ലാതെ ഹനീഫ്ക ഒന്നും സമ്പാദിക്കാത്തത് കൊണ്ടല്ല, നിയമപരമായി ആ സ്വത്ത് പിടിച്ചു വെച്ചതായിരുന്നു. മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോഴാണ് ആ സ്വത്ത് അവരുടെ കൈ കിട്ടിയത്. സോ ആ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഹനീഫ്കയെ കുറിച്ച് പറയാനാണെങ്കിൽ, പുള്ളിക്കാരൻ മരണപ്പെടുന്നത് 2010 ഫെബ്രുവരി 2-നാണ് അല്ലെ. ചില കരൾ സംബന്ധമായ രോഗങ്ങൾ കാരണമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്തായാലും മരണപ്പെടുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 58 വയസ്സാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മധ്യവയസ്കനായിരുന്നു എന്നർത്ഥം. ഒരു ആവറേജ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു പ്രായമാണത് അല്ലെ. പക്ഷെ ആ സമയത്തുള്ള അദ്ദേഹത്തിന് ഭാര്യയുടെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫസീലത്തെയും ഹനീഫ്കയും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 10-20 വയസ്സിനോട് അടുപ്പിച്ചെങ്കിലും കാണും. അത്രയും പ്രായ വ്യത്യാസം അവർ തമ്മിലുണ്ട് എന്നുള്ളതാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് ഹനീഫ്ക വിവാഹം കഴിക്കുന്നത്. ഫസീലത്തെ ആണെങ്കിലോ വളരെ നേരത്തെയുമാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. സോ ആ ഒരു ഏജ് ഡിഫറൻസ് അവർ തമ്മിൽ എന്തായാലും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഹനീഫ്ക മരണപ്പെടുന്ന സമയത്ത് ഫസീലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു. ആ ഒരു പ്രായമേ ഫസീലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഫസീലത്തയുടെ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു വിവാഹം കഴിച്ചൂടെ എന്നുള്ള രീതി ഫസീലത്തയുടെ അനിയൻ അതുമായി ബന്ധപ്പെട്ട് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള ഫസീലത്തയുടെ മറുപടി എന്താണെന്നുള്ളത് ഫസീലത്തയുടെ അനിയൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. അനീഫ് ഖാന്റെ മെമ്മറീസ് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. കാരണം ഈവൻ 16 വർഷമായി കല്യാണത്തിന്റെ ഒക്കെ സെക്കൻഡ് മാരേജും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ ബ്രദർ. ഞാൻ ചോദിച്ച സമയത്ത് തീർച്ചയായിട്ടും അതെന്റെ ആവശ്യമാണ് ചോദ്യം. അപ്പം അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാന്റെ ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നു, അന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. 16 വർഷമായിട്ടും ആ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് കിട്ടാനും പോണില്ല. എന്നാലല്ലേ 16 വർഷം സ്വന്തം ഭർത്താവിന്റെ ഓർമ്മകളിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഇന്നത്തെ കാലത്ത് ഒരു സല്യൂട്ട് അർഹിക്കുന്നത് തന്നെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അവിഹിതം തേടി പോകുന്ന കാലമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. എവിടെ നോക്കിയാലും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അവിഹിതം മാത്രമാണ്. ഭർത്താവും ഭാര്യയും ജീവിച്ചിരിക്കെ തന്നെ ഫുൾ അവിഹിതങ്ങളാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചിട്ടും ആ ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റിൽ 16 വർഷം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഭാര്യ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുണ്യം ചെയ്യണം. അതിനുള്ള പുണ്യങ്ങളൊക്കെ അനീഫ്ക ചെയ്തു വെച്ചിട്ടുണ്ട്. അത്
വേറെ കാര്യം. ഇപ്പൊ നമ്മളുടെ കുടുംബത്തിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരിലോ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, മോശം കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷെ മോശം കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കും. മരിച്ച ആളെ കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് നമ്മൾ നല്ലത് പറയും. എത്ര കാര്യം നമ്മൾ നല്ലത് പറയും, ഏറിപ്പോയ 1-2 വർഷം, അത് കഴിഞ്ഞ് നമ്മൾ അവരെ മറക്കും. നമ്മൾ നമ്മളുടെ ജീവിതം നോക്കി പോകും. പക്ഷെ അനീഫ് കെയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം മരിച്ച് 16 വർഷം കഴിഞ്ഞിട്ടും പലരുടെയും മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു കലാകാരനായതുകൊണ്ടല്ല കേട്ടോ. കലാകാരന്മാർ മരിച്ചു കഴിഞ്ഞാണെങ്കിൽ കാലം കുറെ കഴിഞ്ഞാലും ജനഹൃദയത്തിൽ അവരുണ്ടാകും. അവർ ചെയ്തു വെച്ച സിനിമകളും മറ്റുമൊക്കെ എപ്പോഴും മനുഷ്യന്മാർ ഓർത്തിരിക്കും. ഞാൻ ആ രീതിയിലല്ല പറഞ്ഞു വരുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് പലരുടെയും മനസ്സിൽ ഹനീഫ് ക ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രവൃത്തികളൊക്കെ തന്നെയാണ് അതിനുള്ള കാരണം. ചുറ്റുമുള്ള സഹജീവികളോട് എന്നും നന്മ മാത്രമേ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. ആരെയും ഇന്നേ വരെ ദ്രോഹിച്ചിട്ടില്ല. തന്നെ കൊണ്ട് കഴിയാവുന്ന വിധം എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്, ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സഹപ്രവർത്തകരാണെങ്കിലും ശരി, സ്വന്തം കുടുംബമാണെങ്കിലും ശരി. അതുകൊണ്ടൊക്കെ തന്നെയാണ് കാലം ഇത്രയായിട്ടും അവരൊക്കെ ഇപ്പോഴും ഹനീഫ് കയെ ഓർക്കുന്നത്. ഹനീഫ് കയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസിഡന്റ് ആളിന് ഇന്നലെ ഇന്റർവ്യൂവിൽ ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. എന്റെ ജീവിതത്തിൽ കാരണം 15ാമത്തെ വയസ്സിലാണ് അനീഫ് ക കുടുംബത്തിൽ വരുന്നത്. എന്നെയൊക്കെ നോക്കിയതും എനിക്ക് എഡ്യൂക്കേഷനിലുള്ള സപ്പോർട്ടും എന്റെ എല്ലാ സപ്പോർട്ടും, എനിക്ക് ഏറ്റവും എനിക്ക് മോറൽ സപ്പോർട്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും അനീഫ് ക. നിങ്ങൾ പറഞ്ഞ CID മൂസിന്റെ പടം നിങ്ങൾ കേട്ടുന്നല്ലോ. CID മൂസിന്റെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അനീഫ് ഖാന്റെ ഉമ്മ മരണപ്പെട്ടത്. ആ ഷൂട്ട് നിർത്തിവെക്കാതെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ജോണി ആൻസൺ അത് ആ കാര്യം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു, എന്റെ ഉമ്മ മരണപ്പെട്ടു, ഇത്രയും വലിയൊരു യൂണിറ്റ് നിർത്തി വെക്കേണ്ട, കാരണം ദിലീപും അശോകനൊക്കെ സലീം കുമാർ തിരക്കിലല്ലേ, ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഭയങ്കര വികാരം വരുന്നത്. ആ കാണുന്ന സലീം കുമാറും ഉടൻ തന്നെ അനീഫ് ഖാന്റെ ഉമ്മാന്റെ മയ്യത്ത് വരെ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരുപാട് കഥകളുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആർക്കാണ് പറ്റുക അല്ലെ? ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം ഉമ്മ മരണപ്പെട്ട വിവരം അറിയുകയാണ്. അന്നേരം നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ചെയ്യുന്ന ജോലി അങ്ങ് ഒഴിവാക്കിയിട്ട് നേരെ ഉമ്മാന്റെ അടുത്തേക്ക് ഓടും അല്ലേ? പക്ഷെ അന്നേരം ഹനീഫ് ചിന്തിച്ചെന്താണ്? കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു പ്രോജക്റ്റിലാണ് താനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മയുടെ മരണ വിവരം ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പ്രോജക്റ്റ് കുറച്ച് കാലത്തേക്ക് നിർത്തി വെക്കേണ്ടി വരും. അത് കാരണം പ്രൊഡ്യൂസർക്ക് ഉണ്ടാകാൻ പോകുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. അങ്ങനെ ഒരു നഷ്ടം താൻ കാരണം വരേണ്ട എന്ന് കരുതി ഹനീഫ് എന്ത് ചെയ്തു? സിനിമയിലെ തന്റെ റോള് തീരുന്നത് വരെ മിണ്ടാതിരുന്നു. അമ്മ മരിച്ച വിവരം ആരോടും സിനിമാ സെറ്റിൽ പറഞ്ഞില്ല. അങ്ങനെ തന്റെ റോളെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഹനീഫ് ഖാൻ തന്റെ ഉമ്മ മരിച്ച വിവരം സെറ്റിൽ അറിയിക്കുന്നത്. അങ്ങനെ പോലും ചിന്തിച്ച വ്യക്തിയാണ്. താൻ കാരണം തന്റെ ചുറ്റുള്ളവർ ബുദ്ധിമുട്ടരുത് എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉള്ളത് പറയാലോ, എനിക്കൊന്നും ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണ് ഇങ്ങനെയൊക്കെ മരിച്ചതെങ്കിൽ ഞാൻ ചുറ്റുള്ളതൊന്നും ചിന്തിക്കൂല. ഉള്ളത് കിട്ടറിഞ്ഞ് നേരെ അങ്ങോട്ട് ഓടും. പക്ഷെ അവിടെ പോലും ഹനീഫ് ക വ്യത്യസ്തനായി മാറി എന്നുള്ളതാണ്. സിനിമയോടുള്ള തന്റെ കമ്മിറ്റ്മെന്റ് പാലിച്ചു എന്നുള്ളതാണ്. സിനിമയോടും സഹപ്രവർത്തകരോട് മാത്രമല്ല എല്ലാവരോടും ഹനീഫ് ക ഈ കമ്മിറ്റ്മെന്റ് പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഈ മനുഷ്യൻ എല്ലാവരുടെയും ഓർമ്മയിൽ ജീവിക്കുന്നത്. ഇനി ഹനീഫ് ക മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ച് അളിയൻ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടൊരു ഫോട്ടോ ഇത് മാത്രമാണ്, ഈ മക്കൾ വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അതിനുശേഷം മക്കളെ ഇനി വലുതായിട്ട് മാത്രം നമ്മൾ കണ്ടുള്ളൂ. മക്കളെ 4ാമത്തെ വയസ്സിലായിരുന്നു അനീഫ് ക മരണപ്പെടുന്നത്. അന്ന് അനീഫ് ക പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ മക്കളെ ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും കൊതി തീരുന്നില്ല. സത്യത്തില് നമ്മൾ അറിയില്ല, പക്ഷെ അനീഫ് ക അറിയായിരുന്നു ഈ അസുഖവും കാര്യങ്ങളൊക്കെ നമ്മൾ പോലും മറച്ചു വെച്ചുകൊണ്ടാണ്. അപ്പം എന്നും രാത്രി വൈകി ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറയായിരുന്നു കൊതി തീരുന്നില്ല എന്ന് പറയാം. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ട് കിട്ടിയ മക്കളാണ്. 2 മക്കളും. സഫ മർവ എന്നാണ് പേര്. സഫ മർവ. ഓക്കെ, അതാണ് താൻ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്നുള്ളത്. അന്നേരം അദ്ദേഹം ചെയ്ത പരിപാടി എന്താണ്? എന്നും രാത്രി ഒന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് കരയും. മക്കളുടെ ഭാവിയെ കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. മക്കളുടെ ഭാവി, മക്കളുടെ വിദ്യാഭ്യാസം, ഇത് മാത്രമായിരുന്നു അന്നേരമുള്ള ഹനീഫ് കയുടെ ചിന്ത എന്ന് പറയുന്നത്. 2 മക്കളിൽ ഒരാൾ CS-ഉം ഒരാൾ CA-യും പഠിപ്പിക്കണമെന്നായിരുന്നു ഹനീഫ് ക ആഗ്രഹിച്ചിരുന്നത്. ആഗ്രഹം അതുപോലെ തന്നെ നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതിന് സെല്യൂട്ട് കൊടുക്കണം നമ്മുടെ ഫസിലത്താക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹനീഫ് ക അറിയാമായിരുന്നു താൻ മരിക്കാൻ പോവുകയാണെന്നുള്ളത്. അതെനിക്ക് പലപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പലരുടെയും കേസിൽ ഞാനത് കേട്ടിട്ടുമുണ്ട്. പലർക്കും മരണം മുൻകൂട്ടി കാണാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും പലരുടെയും കഥ കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് മരണപ്പെട്ടു പോയ എത്രയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കിപ്പോഴും അതൊരു അത്ഭുതമാണ്. എന്തായാലും അളിയനെ പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. ഞങ്ങൾ തലശ്ശേരി മാളിയേക്കലായിരുന്നു. അതിലൊരു കഥ പറയാനുണ്ട്. തലശ്ശേരി ഫാസ്ലാൻഡ് കുടുംബം തലശ്ശേരി മാളിയേക്കലാണ്. വൈഫിന്റെ ശരിക്കും അനീഫ് ക മരണത്തിന് ശേഷം നമ്മളൊക്കെ ഞാനൊക്കെ തലശ്ശേരിയാണ്. പെങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ച സമയത്ത് പെങ്ങൾക്ക് ഒറ്റ ഭാഷയായിരുന്നു. ഹനീഫ് ക അറിയപ്പെടുന്നതും കൊച്ചി, ഹനീഫ് ഖാന്റെ സ്ഥലവും കൊച്ചിയാണ്. അപ്പം ഹനീഫ് ക ഉറങ്ങുന്ന മണ്ണിൽ തന്നെ ഇനിയുള്ള കാലം മക്കൾ ഒരുമിച്ച് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ബിഗ് സല്യൂട്ടാണ്. നമ്മൾ ഒരുപാട് വിളിച്ചു. ഇവിടെ ഒറ്റക്കാണല്ലോ, ഞങ്ങൾ എല്ലാവരും തലശ്ശേരിയാണ്. ഞങ്ങൾ തലശ്ശേരി മാളിയേക്കൽ കുടുംബമാണ്, വലിയൊരു കുടുംബമാണ്. പെങ്ങൾ പറഞ്ഞ് ഹനീഫ് ക ഉറങ്ങുന്ന മണ്ണിൽ ഇനിയുള്ള ബാക്കി ദിവസങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ തന്നെ മതി. അത് പെങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹവും
ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നല്ലൊരു മനസ്സ് തന്നെ വേണം അല്ലേ? എന്തായാലും ഫാസിലെയും ഹനീഫ് ഖായും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം അതെന്നെ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ദിലീപുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഹനീഫ് ഖയുടെ അളിയൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹനീഫ് ഖയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ദിലീപിനെയും കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹനീഫ് ഖയോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് മാറും അത്. എന്തായാലും നമുക്ക് ദിലീപിനെ കുറിച്ച് ഹനീഫ് ഖയുടെ അളിയൻ പറയുന്നത് എന്താണെന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. ദിലീപേട്ടനാണ് ഏറ്റവും കൂടുതൽ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് സഹായിച്ചതെന്നും എപ്പോഴും വിളിക്കുന്നതെന്നും എപ്പോഴും കോൺടാക്ട് ഉള്ള ഒരു വ്യക്തി ദിലീപേട്ടനാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ദിലീപേട്ടനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? വളരെ സത്യമാണ്. ഞാൻ ഇന്നലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദിലീപേട്ടൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കടം വീടായിരുന്നു, കടം വീടാം. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. താങ്ങും തണലും കാവലും കരുതലും എല്ലാമായിരുന്നു. ഒരു വിളി അകലെ നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് എന്നും ഒരാൾ ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ്. വിളിച്ച ഒരു വിളി അകലെ ആ ഒരു വ്യക്തിത്വം അങ്ങനെയായിരുന്നു. എത്ര തിരക്കിൽ സെറ്റിലാണെങ്കിലും പെങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജോ വാട്സാപ്പിൽ ഉടൻ തന്നെ വിളിക്കും. എന്താ ഇത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരാൾ മറുപുറത്ത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു ഹനീഫ് ഖാ ദിലീപിന്റെ ബന്ധത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അതാണ് ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ് ഖയുടെ അളിയൻ വല്ലാതെ വാചാലനാവുന്നുണ്ട് അല്ലേ? അത് മറ്റൊന്നും കൊണ്ടല്ല, ഹനീഫ് ഖ മരിച്ച് 16 വർഷങ്ങൾക്ക് ഇപ്പുറവും ദിലീപ് ഹനീഫ് ഖയുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹനീഫ് ഖയുടെ കുടുംബത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അവരൊരു പാരിതോഷികവും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമല്ല. കാരണം ഹനീഫ് ഖ ജീവിച്ചിരുന്ന കാലത്ത് അത്രത്തോളം അഭിമാനത്തോടെ ജീവിച്ച ഒരു കുടുംബമാണത്. ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ആരുടെ മുന്നിലും തല കുനിക്കാതെ തല ഉയർത്തി ജീവിച്ച ഒരു കുടുംബമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹനീഫ് ഖ മരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ ജീവിക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആരും അവരെ ദാനം തന്ന് സഹായിക്കുന്നൊന്നും അവരധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിക്കണമെങ്കിലും മുന്നോട്ട് പോകണം അല്ലേ? അപ്പൊ ഈ കുടുംബത്തിന് എങ്ങനെയുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദിലീപ് ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? ഹനീഫ് ഖ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഒരു ഇന്നോവ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കാർ ദിലീപ് എന്ത് ചെയ്തു? വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് നേരെ സിനിമാ സെറ്റിൽ ഓടാൻ കൊടുത്തു. എന്നാൽ അതിന് കിട്ടുന്ന വരുമാനം ഹനീഫ് ഖയുടെ കുടുംബത്തിന് അയച്ചു കൊടുത്തു. ആ രീതിയിൽ ദിലീപ് ആ കുടുംബത്തിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പൊരിക്കൽ ശാന്തിവിള ദിനേശൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ഈ ഡ്രൈവർ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നോണ്ട് എന്നോട് പറഞ്ഞു, സാറിന് അറിയാമോ ഈ കാറ് ദിലീപ് സാറിൻ്റെ ഒരു ഇന്നോവ, എനിക്കൊരു ഗോൾഡ് കളർ എന്തോണ്. ഈ കാറിൽ നിന്ന് കിട്ടുന്ന സിനിമയിൽ ഓടി കിട്ടുന്ന ദിവസ വരുമാനം ഒരു പുണ്യപ്രവൃത്തിക്കാണ് സാർ ദിലീപ് സാർ ചിലവാക്കുന്നത്. ഞങ്ങളുടെ അതെന്തേ സാർ, ഈ കാർ ഓടി കിട്ടുന്ന വരുമാനം പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിരുന്ന കൊച്ചിൻ അനീഫ സാറിൻ്റെ ഫാമിലിക്കാണ് കൊടുക്കുന്നത് ദിലീപ് സാർ. 85 ദിവസത്തോളം ജയിലിൽ കിടന്ന കാലത്ത് ഈ കാർ ഓടിയിരുന്നില്ല. അത്രയും ദിവസം എന്താ പറയുക, ഹനീഫ് സാറിൻ്റെ വീട്ടിൽ കാശെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 3-3.5 ലക്ഷം രൂപ ചിലവാക്കി സാർ നന്നാക്കാൻ. അതൊക്കെ ദിലീപ് സാറാ തന്നെ. അന്നന്ന് കിട്ടുന്ന ഈ കാറിൻ്റെ റെൻറ്റ് ഹനീഫ് സാറിൻ്റെ കുടുംബത്തിനാണ് കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. ഒരു നിമിഷം ഞാൻ വല്ലാണ്ടായി. എനിക്ക് തോന്നി ഓക്കെ, ഇത് 3 വർഷം മുമ്പ് ശാന്തിവിള ദിനേശൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഇപ്പോഴും സിനിമാ സെറ്റുകളിൽ മുടങ്ങാതെ ഹനീഫ് ഖയുടെ ഇന്നോവ കാർ ഓടുന്നുണ്ട്. അതിന് കിട്ടുന്ന വരുമാനം കൃത്യമായി ഹനീഫ് ഖയുടെ കുടുംബത്തിന് എത്തുന്നുമുണ്ട്. അതിന് പിന്നിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ദിലീപ് തന്നെയാണ്. ഒന്നും വേണ്ട, ദിലീപിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫസീലത്ത പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഞങ്ങളുടെ കുടുംബത്തെ നല്ലോണം നോക്കുന്നുണ്ട് എന്നുള്ളത്. ഹനീഫ് ഖ മരിച്ചൊരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഫസീലത്താന്റെ ഒരു ഇന്റർവ്യൂ പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഫസീലത്ത പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുവെക്കാം. 5 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇന്നും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹനീഫിക്ക് ആഗ്രഹിച്ചതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്ത്. വേദന ഒരുപാടുണ്ട്, എങ്കിലും ഹനീഫിക്കയുടെ ഓർമ്മകൾ ജീവിതത്തിന് കരുത്തു പകരുന്നു. പിന്നെ ഇല്ലാത്തതിൻ്റെ വിഷമം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ എന്നുള്ള ഒരു ബലത്തിൻ്റെ പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹനീഫിക്ക ജോലി ചെയ്ത് സമ്പാദിച്ച ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഗൾഫിലുണ്ട്, അയാളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹനീഫിക്കയുടെ സഹപ്രവർത്തകരും താരസംഘടനയായ അമ്മയും സഹായത്തിനായി എത്തി. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ വർഷം മുതൽ അമ്മ സംഘടന അവർ ഒരു തുക തന്നിപ്പോൾ സഹായിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ എല്ലാവരും വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദിലീപാണ്. സ്നേഹം ചൊരിയുന്ന വാപ്പച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് കുഞ്ഞു സഫയും മർവയും. ഉമ്മച്ചീൻ്റെ അടുത്ത് ചോദിക്കും, സഫാമാറി ഇപ്പം എന്താ തിന്നാറുള്ളത്? അപ്പം ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചോക്ലേറ്റ്, ടോയ്സ്, ഡ്രസ്സസ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. ആരുടെ മുന്നിലും തലകുനിക്കാതിരുന്ന ഹനീഫയുടെ ഓർമ്മകളാണ് ഇന്ന് ഫാസിലെയും മക്കളെയും ജീവിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.
ഓക്കെ, അതാണ് ദിലീപ് ഞങ്ങൾ ഇടയ്ക്കിടെ വിളിച്ച് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് എന്ന് അന്നേ ഫസീലത്ത് പറഞ്ഞതാണ് അല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ദിലീപ് എന്ന വ്യക്തിയെ പൂർണ്ണമായി എനിക്കും ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിനുള്ള കാരണം ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നടി ആക്രമിക്കപ്പെട്ട കേസ്, അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ദിലീപിന് ദേഷ്യം തോന്നിയ പലരോടും ദിലീപ് കാണിച്ച അനീതി, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിബർട്ടി ബഷീറിനോടൊന്നും ചെയ്ത അനീതി, അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പല കലാകാരന്മാരുടെയും അവസരങ്ങൾ ദിലീപ് കാരണം താഴെപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് എന്ന വ്യക്തിയെ പൂർണ്ണമായും ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ദിലീപ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ദേഷ്യം തോന്നിയാൽ മൂപ്പര് ഞെക്കിക്കൊല്ലും, സ്നേഹം തോന്നിയാലോ നക്കിക്കൊല്ലും. അതാണ് മൂപ്പരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇപ്പൊ ദിലീപ് കെയെ കുറിച്ച് അനീഫ് കെയുടെ കുടുംബം മാത്രമല്ല, KPC ലളിത് ജീവിച്ചിരുന്ന കാലത്ത് പോലും ദിലീപിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ പറഞ്ഞ് തരാറുണ്ട് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. എന്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എന്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പൊ വിളിക്കും ദിലീപ് എന്നെ. എന്താ ചോദിച്ച്, ഒന്നുമല്ല, എന്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാശൊക്കെ റെഡി ആയോ മുതലാളി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല ദിലീപ്, ഇതാ ഇപ്പൊ അങ്ങോട്ട് വരും ഒരാളെന്ന് പറഞ്ഞു. പറയാൻ പറ്റാത്ത അത്രയും പൈസ എനിക്ക് കൊടുത്തേച്ചു. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊട്ട് കൊടുത്തിട്ടുമില്ല, വേണോന്ന് ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം വേറെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ജന്മത്തെ സുഹൃത്തോ എന്താണെന്നറിയില്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറയും. ഞാനും അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദിലീപിനെ വിളിക്കാത്തത്. ഓക്കെ, അതാണ് ഒരുപാട് വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കിടയിലും ദിലീപ് ഇത്തരം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരാളെ കുറിച്ച് മോശം കാര്യങ്ങൾ മാത്രം സംസാരിക്കാതെ അയാൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണല്ലോ നമ്മൾ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.